ഹലോ, ആദ്യം തന്നെ എല്ലാവർക്കും ജോസ്നാസ് വ്ലോഗിൻ്റെ ഓണാശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ വീട്ടിലിട്ട് ചെറിയ പൂക്കളാണ്, പിള്ളേരാണ് ഇട്ട് പൂക്കളൊക്കെ ഇട്ടത്. നമുക്ക് പൂവിൻ്റെ കുറവ് കാരണം നമ്മൾ കുറച്ച് ഇലയും ഒക്കെ അരിഞ്ഞുള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പൂക്കളാണ് കേട്ടോ. അപ്പം നമ്മുടെ സദ്യയൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി. ഞാൻ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ഏതാണ്ട് എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റത്തെ ഐറ്റം നമ്മുടെ പായസം കൂടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും അരിയും കൂടെ ചേർത്തിട്ടുള്ള പായസമാണ്. ബാക്കി കറികളും ചോറും എല്ലാം റെഡി ആയതാണ്. അപ്പോൾ ലാസ്റ്റത്തെ പായസം കൂടെ റെഡിയായി. അപ്പം നമ്മുടെ ചെറിയ ഓണസദ്യ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. ഞങ്ങൾ വിളമ്പാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്നൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് കാണിക്കുക. ഒരു തട്ടിക്കൂട്ട് സദ്യയാണ് കേട്ടോ, വലിയ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ കാണിക്കാതെ ചോറ്, ഇത് ക്യാബേജ് ക്യാരറ്റും കൂടെ മെഴുക്ക് വരട്ടി, ഇത് മാങ്ങ അച്ചാറിട്ടത്, അവിയൽ, ഇത് മോരുകറി, ഉള്ളിത്തീയൽ, സാമ്പാർ, പപ്പടം, പഴം, ഇത് നാരങ്ങ അച്ചാർ, ഇത് പായസം, പരിപ്പും അരിയും കൂടി ഇട്ടിട്ടുള്ള പായസം, പിന്നെ നമ്മുടെ ശർക്കര വരട്ടി, ചിപ്സും. അപ്പം നമുക്കിനി കഴിക്കാൻ തുടങ്ങാം കേട്ടോ. സാമ്പാർ കിളവനെ ഞങ്ങളിപ്പോ തീർക്കും. അത് കഴിഞ്ഞ് അവനെ. പിന്നെ ഇതുപോലുള്ള ചീളുകൾക്കൊന്നും എന്നെയും പിള്ളേരെ കൂടെ വിളിക്കരുത്. ശിവനെ തീർക്കയുടെ ആമ്പിള്ളേരിലല്ല. ശിവൻ അറിയാവുന്നതിനും ശിവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കില്ല. ആദ്യം ശിവനെ തീർക്കാം. പപ്പടം ദേ പൊടിച്ചു. ഇനി പഴം ഞാനൊന്ന് മുറിച്ച് കിട്ടെ. ഈ പഴമാണോ ശരിക്കും സദ്യക്ക്? ആണോ? അയ്യോ എന്നാ അച്ചാറിനോ അത്. ഇനി ഒഴിച്ചോ. ഇത് ഞാൻ ഞരടി വരുമ്പോഴേക്ക് സമയം എടുക്കും. മതി മതി മതി. കുഴക്കട്ടെ കേട്ടോ. കുഴച്ച് തീർന്നു. കുഞ്ഞുമണി കഴിച്ചോ? കൊച്ചിനെ കൂടെ കൊച്ചിന് പായസം കൊടുത്തില്ല, പഴം ആദ്യം ആരാ തിന്നാൻ പോണേ? ആ ഇങ്ങോട്ട്. ആ എന്നാ ഇവിടെ തന്നെ. തിന്നടി ഇല്ല. അത് പൊക്കി എടുത്ത് അവിടെ ക്യാമറ പൊങ്ങി വരട്ടെ. ഇനിയും പൊങ്ങണ അത് കറങ്ങി കുഞ്ഞുമണി എടുത്ത് സിനിമ എടുക്കുന്നത് നല്ലതാണ്. ആ എന്താ എക്സ്പ്രഷൻ. അപ്പം അങ്ങനെ ഈ വർഷത്തെ ഓണസദ്യ കഴിഞ്ഞു. തീർന്നിട്ടില്ലെങ്കിൽ പുറത്ത് പോകണം. ബാക്കി നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഇത് കഴിച്ച് തീർക്കട്ടെ. അപ്പം അങ്ങനെ സദ്യ കഴിച്ചതിന് ശേഷം ഉച്ച കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നട്ടു. ഇത് മലങ്കര ഡാമാണ്. അപ്പം ഇതിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.